ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാൽ വാഴക്കയാണ്. മലബാർ ഏരിയയിലേക്ക് ട്രഡീഷണലായി കാണപ്പെടുന്ന ഒരു പലഹാരമാണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് നോക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഈ പഴം ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഞാൻ ആവി കൊള്ളിക്കുകയാണ് ചെയ്യണേ, സ്റ്റീമറിൽ വെച്ചിട്ട്. ഇത് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഓരോന്നായി എടുത്ത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ തിളയ്ക്കാൻ വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. പാൽ കൊണ്ടും പെട്ടെന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ എനിക്ക് അധികം ഒരു ടേസ്റ്റ് തോന്നിയത് തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ്. അതിലേക്ക് ഒരു 3 ഏലക്കായ് ചതച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ച സാബുനരി ചേർത്ത് കൊടുക്കാം. സാബുനരി പറഞ്ഞാൽ ചൊവ്വരിയാണ്, ഞങ്ങളൊക്കെ സാബുനരി എന്നാണ് പറയല്. ഓക്കെ, ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്കൊന്ന് മൂടി വെക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കരുത് സാബുനരി ഇട്ടുകൊണ്ട്. ഇനി പാകത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ 3 സ്പൂണാണ് ചേർത്തത്, ടേബിൾ സ്പൂണ്. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പഴം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ കശുവണ്ടിയും ഉണക്കമുന്തിരിയും മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മൂപ്പിച്ചെടുത്തത്, ആ നെയ്യടക്കം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഇത് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കട്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയായ സാബുനരി ഇവിടെ റെഡിയായി, പാൽവാഴക്ക റെഡിയായി. ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തണം, ഓൾ കൂടി പ്രസ് ചെയ്യണേ മറക്കരുത്. ഓക്കെ, താങ്ക്